നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഒരു മകനുണ്ട്. ആ മകനെ ക്യാപ്റ്റൻ അമേരിക്ക തന്നെ കൊന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഈ ഒരു കഥയിൽ മറ്റേ യുദ്ധത്തിനൊക്കെ പോയി ക്യാപ്റ്റൻ അമേരിക്ക മഞ്ഞുകട്ടയിൽ അകപ്പെട്ട് കിടക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ തൻ്റെ ഗേൾഫ്രണ്ടായ ഗെയിൽ റിച്ചാർഡ്സുമായി ഡിങ്കോൾഫിയിലൊക്കെ ഏർപ്പെടും. എന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്ക ഒരു യുദ്ധത്തിന് അഥവാ ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഒരു മിഷന് പോയി മഞ്ഞുകട്ടയ്ക്കുള്ളിൽ അകപ്പെടുകയും ചെയ്യും. അങ്ങനെ പിന്നീട് മറ്റേ ഗേൾഫ്രണ്ടായ ഗെയിൽ റിച്ചാർഡ് പ്രഗ്നൻ്റ് ആവുകയും ആ കാര്യം ഗവൺമെൻറ് അറിയുകയും ചെയ്യും. അപ്പോൾ തന്നെ അന്നത്തെ ഗവൺമെൻറ് ഗെയിലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്ക രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നുവെന്നും അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യാഗം ചെയ്ത ആളാണെന്നും ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ കുഞ്ഞ് നിൻ്റെ വയറ്റിലുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ അത് ക്യാപ്റ്റൻ അമേരിക്കയുടെ നല്ല പേര് ചീത്തയാക്കാൻ ഇടയാക്കുമെന്നും കാരണം ക്യാപ്റ്റൻ്റെയും നിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തത് കാരണമാണ് ഈ കുഞ്ഞിൻ്റെ കാര്യം ജനങ്ങൾ അറിഞ്ഞാൽ അത് ക്യാപ്റ്റൻ അമേരിക്കയുടെ പേര് ചീത്തയാക്കുമെന്ന് താൻ പറഞ്ഞതെന്നും അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത ഒരു കാര്യം താൻ പറയാമെന്നും അതെന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ നീ പ്രസവിക്കുന്നത് വരെ നിന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സേഫ് ഹൗസിലേക്ക് മാറ്റാമെന്നും പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ നല്ലൊരു കുടുംബത്തിന് ഞങ്ങൾ തന്നെ കൈമാറിക്കൊള്ളാമെന്നും ആ കുഞ്ഞിനെ ആ കുടുംബം തന്നെ നന്നായി നോക്കിക്കോളുമെന്നും എന്താണ് നിന്റെ അഭിപ്രായമെന്ന് അന്നത്തെ ഗവൺമെൻറ് ഗെയിലിനോട് ചോദിച്ചതും തൻ്റെ ബോയ് ഫ്രണ്ടായ ക്യാപ്റ്റൻ അമേരിക്കയുടെ പേര് താൻ കാരണം ചീത്തയാകാതിരിക്കുവാനായി ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗെയിൽ സമ്മതിക്കുകയാണ്. പക്ഷേ ഗെയിലിനോട് പറഞ്ഞതുപോലെ പുള്ളിക്കാരിക്കുണ്ടായ ആൺകുഞ്ഞിനെ മറ്റൊരു കുടുംബത്തിന് ഗവൺമെൻറ് ദത്തെടുത്ത് വളർത്തുവാനായി കൊടുത്തില്ല. പകരം ആ ഒരു കുഞ്ഞിനെ ഗവൺമെൻറ് അവരുടെ തന്നെ ഒരു മിലിറ്ററി ക്യാമ്പ് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി. ആ കാര്യം ഗെയിൽ പോലും അറിഞ്ഞിരുന്നില്ല. ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ പുള്ളിക്കാരൻ്റെ മോനെയും ഗവൺമെൻറ് പറയുന്നതെല്ലാം അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ജോലിക്കാരനാക്കി മാറ്റുവാൻ അഥവാ ഒരു സൂപ്പർ സോൾജറാക്കി മാറ്റുവാനാണ് കുഞ്ഞിനെ ഗവൺമെൻറ് വളർത്തുവാൻ തീരുമാനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ കായികമായും ശാരീരികമായും മാനസികമായുമുള്ള കഠിനമായ പരിശീലനങ്ങൾ ആ കുട്ടിക്ക് ഗവൺമെൻറ് നൽകി. എത്ര വലിയ കഠിനമായ പരിശീലനങ്ങളായാലും അതിലെല്ലാം 11ഉം 12ഉം വയസ്സുള്ളപ്പോൾ തന്നെ ആ കുട്ടി വിജയിച്ചു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആളുകളോടെല്ലാം വളരെ നല്ല രീതിയിലാണ് അവൻ പെരുമാറിയതും. ഒരിക്കൽ പോലും ആ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ പോലും അവൻ നോക്കിയിരുന്നില്ല. എന്നാൽ 17 വയസ്സായപ്പോൾ നല്ല ശരീരവും ആരോഗ്യത്തിലുമായ അവൻ തൻ്റെ യഥാർത്ഥ പ്ലാൻ പുറത്തെടുത്തു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും ഏകദേശം 247 പേരെ വളരെ ക്രൂരമായി അവൻ കൊന്നു. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ തനിക്ക് നല്ല ആരോഗ്യവും ശരീരവും ഉണ്ടാകുന്നത് വരെ ആ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടുവാനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇത്രയും കാലം ഇവിടെ പൂട്ടിയിട്ട് വളർത്തിയ അവിടെയുള്ള ആളുകളെ കൊല്ലണമെന്നും അവൻ പണ്ടേ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കൊന്നതിന് ശേഷം തൻ്റെ അച്ഛനെ പോലെ ഇരിക്കുന്ന തൻ്റെ മുഖത്തെ തൊലിയെല്ലാം അടുക്കളയിലെ ഒരു കറിക്കത്തി കൊണ്ട് അവൻ ചെത്തിക്കളഞ്ഞു. അന്നു മുതൽ റെഡ് സ്കൾ എന്ന ഒരു പുതിയ പേരും അവൻ സ്വീകരിച്ചു. അങ്ങനെ റെഡ് സ്കൾ സിറ്റിയിലേക്ക് ഇറങ്ങി അന്നു മുതൽ ഒരുപാട് കുറ്റങ്ങളും കൊലപാതകങ്ങളും ചെയ്തു തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം മഞ്ഞുകട്ടയിൽ നിന്നും പുറത്തു വന്ന ക്യാപ്റ്റൻ അമേരിക്ക പിന്നീട് ഒരു ദിവസം കുറച്ച് ക്രിമിനൽസുമായുള്ള ഫൈറ്റിനിടയിൽ അവരുടെ ലീഡറായ റെഡ് സ്കളിനെ ആദ്യമായി നേരിൽ കണ്ടു. തൻ്റെ അച്ഛനെ ആദ്യമായി നേരിൽ കണ്ട റെഡ് സ്കൾ അപ്പോൾ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയോട് ഫൈറ്റ് ചെയ്ത് ക്യാപ്റ്റൻ അമേരിക്ക അടിച്ചു വീഴ്ത്തിയിട്ട് താൻ നിൻ്റെ മകനാണെന്ന് ക്യാപ്റ്റൻ്റെ ചെവിയിൽ റെഡ് സ്കൾ പറഞ്ഞു. അത് കേട്ട് ക്യാപ്റ്റൻ അമേരിക്ക തന്നെ ആദ്യം ഞെട്ടിപ്പോയി. പിന്നീട് ഷീൽഡിൻ്റെ ഡേറ്റകൾ പരിശോധിച്ചപ്പോഴാണ് റെഡ് സ്കൾ തൻ്റെ മകനാണെന്ന കാര്യം ക്യാപ്റ്റന് പൂർണ്ണമായും വിശ്വാസമായത്. അങ്ങനെ പിന്നീട് ഒരു ദിവസം ഈ റെഡ് സ്കൾ കോസ്മിക് ക്യൂബ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച ഒരു വെപ്പൺ ഉപയോഗിച്ച് ലോകത്തെ കീഴടക്കാൻ പോവുകയാണെന്നറിഞ്ഞ് അവെഞ്ചേഴ്സ് റെഡ് സ്കളിനോട് ഫൈറ്റ് ചെയ്യുവാനായി ചെല്ലുമെങ്കിലും ആ ഒരു കോസ്മിക് ക്യൂബ് കൈവശമുള്ളതിനാൽ റെഡ് സ്കളിനെ വീഴ്ത്തുവാൻ അവെഞ്ചേഴ്സിന് സാധിച്ചില്ല. താൻ മനസ്സിൽ വിചാരിക്കുന്ന എന്തിനേയും റിയലായി സംഭവിപ്പിക്കാൻ ആ ഒരു കോസ്മിക് ക്യൂബ് കൊണ്ട് റെഡ് സ്കളിനെ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കോസ്മിക് ക്യൂബ് കൊണ്ട് അവെഞ്ചേഴ്സിനെ എല്ലാം വെറുതെ കൊല്ലുന്നതിന് പകരം അവരെ എല്ലാം ആ ക്യൂബിൻ്റെ പവർ കൊണ്ട് റെഡ് സ്കൾ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തി സന്തോഷിക്കുകയാണ്. അങ്ങനെ അവസാനം റെഡ് സ്കൾ ആ കോസ്മിക് ക്യൂബ് കൊണ്ട് അവെഞ്ചേഴ്സിനെ എല്ലാം കൊല്ലാൻ വേണ്ടി പോയതും ഒരു പ്രത്യേക ജെറ്റ് വിമാനം ഓടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ മുന്നിലെ കൂർത്ത ഭാഗം കൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക തന്നെ തൻ്റെ മകനായ റെഡ് സ്കളിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി റെഡ് സ്കളിൻ്റെ കയ്യിൽ നിന്നും എല്ലാവരെയും രക്ഷിച്ചു. അങ്ങനെ പിന്നീട് ആ കുത്തേറ്റ് മരിക്കാൻ പോയ റെഡ് സ്കളിനെ ഹോസ്പിറ്റലിൽ എല്ലാവരും എത്തിച്ചുവെങ്കിലും അധികം വൈകാതെ റെഡ് സ്കൾ ഉറപ്പായും മരിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞു. മരിക്കാൻ പോകുന്നതിന് മുമ്പ് റെഡ് സ്കൾ തൻ്റെ അമ്മയായ ഗെയിലിനോട് എന്തൊക്കെയോ അവസാനമായി സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല പിന്നീട് നിക് ഫ്യൂരിയോട് കോസ്മിക് ക്യൂബ് കൊണ്ട് താൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതെന്ന കാര്യം റെഡ് സ്കൾ തുറന്നു പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ആ കോസ്മിക് ക്യൂബ് കൊണ്ട് പാസ്റ്റിൽ തൻ്റെ അച്ഛനായ ക്യാപ്റ്റൻ അമേരിക്കയെ മഞ്ഞുകട്ടയ്ക്കുള്ളിലാകാതെ തിരിച്ച് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുവാനായിരുന്നു തൻ്റെ ഉദ്ദേശമെന്നും അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ അമ്മയെ തൻ്റെ അച്ഛൻ വിവാഹം കഴിക്കുമെന്നും താൻ അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുമെന്നും അങ്ങനെ എല്ലാം നല്ലതായി നടക്കുവാനാണ് ആ കോസ്മിക് ക്യൂബ് കൊണ്ട് താൻ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നതെന്ന് റെഡ് സ്കൾ അവസാനമായി നിക് ഫ്യൂരിയോട് പറയുകയാണ്. അപ്പോൾ തന്നെ നിക് ഫ്യൂരി റെഡ് സ്കൾ നേരത്തെ ചെയ്ത കൊലപാതകങ്ങൾ കാരണം തൻ്റെ കീഴിൽ കുടുംബമെല്ലാം നഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട് റെഡ് സ്കളിനെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.